ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ പാർട്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് എണ്ണയിൽ കിടന്ന് മൂപ്പിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ചെറിയുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇന്ന് വഴറ്റിയെടുക്കണം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഇപ്പോൾ ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള നേരത്തതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സവാള ഏകദേശം വഴണ്ടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നടുകെ കീറിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴാണ് തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു വരികയുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഇപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇത് പച്ചമുളകിന് ഇത്തിരി എരിവ് കുറവുള്ളത് കൊണ്ടാണ് ഒരു 4 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇവ ആഡ് ചെയ്ത് നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവ് ആവശ്യമില്ലാത്തവരാണെങ്കിൽ കുരുമുളക് പൊടിയുടെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇതും കൂടി നന്നായി ആഡ് ചെയ്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയിലേക്ക് പിടിപ്പിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ ലൈക്കും കമൻസും ചെയ്യണേ. ഏകദേശം മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ പാർട്സ് ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ടിരിക്കുന്നത്. അതുകൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ആവശ്യത്തിന് മല്ലിയില കൂടി ചേർക്കാം. അല്പം ചാറ് കൂടി വറ്റി വരാനുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ പാർട്സൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയായാലും ദോശ ചപ്പാത്തിയുടെ ഒക്കെ കൂടെയായാലും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ പാർട്സ് കുറുകി വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.